എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞങ്ങൾ ഒരു വ്യത്യസ്തമായ പരിപാടിയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. ഈ കളിയുടെ പേര് തോൽപ്പാവക്കൂത്ത്. നിങ്ങൾ അതിന്റെ കുറച്ച് ഭാഗം കാണണേ. തോൽപ്പാവക്കൂത്ത്. അപ്പൊ അങ്ങനെയുള്ള ആ മഹാരാഷ്ട്രയിൽ നിന്നുകൊണ്ട് ദാദാസാഹിബ് ഫാൽക്കെ എന്ന് പറയുന്ന സംവിധായകൻ അത് കാണുകയും അങ്ങനെയാണ് 1913 ആദ്യത്തെ സിനിമയ്ക്ക് രൂപം കൊണ്ടത്. ഭാരതീയ പുരാണങ്ങളിൽ അത്യുന്നതമായ ഒന്നാണ് രാമായണം. വാൽമീകി മഹർഷി ഈ പുരാണകഥ ആദ്യമായി സംസ്കൃതത്തിൽ എഴുതി. പിൽക്കാലത്ത് ഈ പുരാണം പല ഭാഷകളിൽ വിവർത്തനം ചെയ്യപ്പെട്ടു. ഇത് സൂര്യവംശ രാജാക്കന്മാരുടെ കഥയാണ്. കഥാനായകനോ ശ്രീരാമൻ. മഹാവിഷ്ണുവിന്റെ അവതാരമായ രാമൻ സ്നേഹവും സ്വഭാവഗുണവുമുള്ള ഒരു നല്ല മനുഷ്യനും രാജാവുമായിരുന്നു. നിന്നതിതോറും കരുണൈ തമിഴൊടുക്കിന്റെ ബഹുവിദ്യ വന്നവിടത്തിൽ ഗണപതി വിഘ്നേശ്വരരെ സ്തോത്രം ചെയ്തു കൊള്ളലാം.
നമ്മെ രക്ഷിക്കപ്പെട്ടതാണ് നമ്മുടെ മാതാവാണ് ഭഗവതി ശ്രീ മാരിയമ്മൻ എല്ലാ ദേവി ദേവന്മാർക്ക് അനന്തം കോടി ശ്രീ പാപം ഇനി നമുക്ക് ഹരിയോന്നമായ കുറെ അക്ഷരത്തെ ഉപദേശിച്ചു തരപ്പെട്ടതാണ് നമ്മുടെ ഗുരുവാ ചിന്നത്തമ്പി പുലവര് ദശമുഖനായ പുലസ്ത്യരുടെ വംശജനായ ലങ്കാമന്നൻ രാവണന്റെ സജ്ജനോപദ്രവം ശോകാത്മകമായിക്കൊണ്ടിരിക്കുന്നത് കണ്ടില്ലേ വിദൂഷകരെ? ദുഷ്ടന്മാർ ചെയ്തു വരുന്ന സജ്ജനോപദ്രവം ഋഷീശ്വരന്മാർ നടത്തി വരുന്ന യാഗം, ജപം, തപം ഇതിനെല്ലാം മുടക്കി വരുന്നു. അതുകൊണ്ട് ഭൂമിദേവി ദുഷ്ടന്മാരുടെ ഭൂഭാരം സഹിക്കാതെ രൂപമെടുത്ത് ഈ ലോകത്തിൽ സ്നേഹാദികളായ മനുഷ്യന്മാരോടുകൂടി സങ്കടം അറിയിച്ചു കഴിഞ്ഞു. ഇന്ദ്രാദിദേവന്മാരെയും കൂടി സത്യലോകത്ത് ബ്രഹ്മദേവന്മാരെ കണ്ട് സങ്കടം പറഞ്ഞു. ബ്രഹ്മാവ് സൃഷ്ടി തൊഴിൽ ചെയ്തു വരുന്ന എനിക്ക് രാവണ വിഗ്രഹം അസാധ്യമാണെന്ന് പറയുന്നത് കേട്ടില്ലേ? ബ്രഹ്മാദിദേവന്മാർ ചേർന്നുകൊണ്ട് കൈലാസത്തിലെത്തി സംഹാരമൂർത്തിയായ പരമേശ്വരനെ കണ്ട് സങ്കടമൊഴുത്തിക്കുകയാണ്. ഹേ ബ്രഹ്മാദിദേവന്മാരെ, ഭൂമിദേവി രാവണാദി രാക്ഷസന്മാർ എന്റെ ഭക്തന്മാരാണ്. ഭക്തന്മാരെ നിഗ്രഹിച്ചാൽ ഭക്താനുഗ്രഹ നിഗ്രഹ തൽപരൻ എന്ന അപകീർത്തി ഉണ്ടാകും. നമുക്ക് ശ്രീപാഠാലിയിൽ പോയി നാരായണ സ്വാമിയെ കാണാമെന്ന് പറഞ്ഞ് വൈകുണ്ഠ ലോകത്തിൽ നാരായണനെ സ്തുതിക്കുകയും ഇതാ കേൾക്കുന്നില്ലേ? നാരായണസ്വാമി എന്ത് പരിഹാരമാണ് കാണുവാൻ പോകുന്നത്? അദ്ദേഹം ശിവബ്രഹ്മാദി ദേവന്മാരെ നോക്കി പറയുന്നു, ഞാൻ ഭൂതം ഭാവി വർത്തമാനങ്ങളെ സുവ്യക്തമായി കാണുന്നു. നിങ്ങൾ ഭയപ്പെടേണ്ട. ഞാൻ അയോധ്യാവതിയായ ഇക്ഷാകു മുതൽ 101 രാജാക്കന്മാർ ഭരിച്ചു വരുന്ന രാജാവായ ദശരഥ മഹാരാജാവിന്റെ പുത്രനായി അവതരിക്കുവാൻ ഒരുങ്ങിയിരിക്കുന്നു. നിങ്ങൾ എന്റെ ആത്മാംശങ്ങൾ കൊണ്ട് ഭൂമിയിൽ ജനിക്കുവിൻ. നിങ്ങളുടെ സഹായത്തോടുകൂടി ദുഷ്ടന്മാരായ രാവണാദി രാക്ഷസന്മാരെ എല്ലാം സംഭരിച്ചുകൊണ്ട് ധർമ്മത്തെ നിലനിർത്താം. നിങ്ങൾ വിടവറ്റുകൊള്ളുവിൻ. അപ്പോൾ നമുക്ക് ഭഗവാന്റെ അവതാരത്തിനായി കാത്തിരിക്കാമല്ലേ? അതെ അതെ, മതി മതി, അതുമതി. സജ്ജനർക്ക് അതുമതി, അന്ധമർക്ക് അതുമതി. ഭഗവാന്റെ കാരുണ്യത്താൽ അയോധ്യാവതി 60,000 സംവത്സരം പുത്രന്മാരില്ലാതെ പുത്രകാമേഷ്ടിയാഗം ചെയ്ത് സന്താനധന ഭാഗ്യവാനായി നാമകരണം കഴിഞ്ഞ് ആനയേറ്റം, കുതിരയേറ്റം, വിദ്യാഭ്യാസവും കഴിഞ്ഞപ്പോൾ വിശ്വാമിത്രൻ അയോധ്യയിലെത്തി. പുത്രന്മാരെ യാഗരക്ഷയ്ക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. യാഗരക്ഷ കഴിഞ്ഞു അവർ ജനകപുരിയിലെത്തി. അതാ നോക്കൂ, മിഥിലാ രാജ്യത്തിൽ കല്യാണത്തിന്റെ ആരവങ്ങൾ കേൾക്കുന്നില്ലേ? ശിവദത്തമായ ത്രയംബകം എന്ന വില്ല് വേദിയിൽ കൊണ്ടുവന്ന് വെക്കൂ. ഓം ഹരി, ഓം ഹരി, ഓം ഹരി, ഓം ഹരി, ഓം ഹരി, ഓം ഹരി, ഓം ഹരി,
വാഹനം മംഗളം ശുഭം മംഗളം ശുഭം മംഗളം ശുഭം വേണ്ടി അയോധ്യ രാജ്യത്തിൽ നിന്ന് പുറപ്പെട്ട് 14 സംവത്സരം മരവരിയൊടുത്ത് വൽക്കലവരിത്ത് വാനപ്രസ്ഥാശ്രമത്തെ കൈക്കൊണ്ട് സരയൂ നദി ചിത്രകൂടം ദണ്ഡകാരണ്യം വഴിയായി പഞ്ചവടിയായ ഈ പുണ്യഭൂമിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. ഈ പുണ്യഭൂമിയിൽ ഒരു പർണശാല നിർമ്മിക്കൂ ലക്ഷ്മണ. കൽപ്പന പോലെ മുളമായിടം ഏനം കരയാടി സിംഹം വനത്തിൽ നോക്കുന്ന സമയത്ത് കാട്ടുമൃഗങ്ങളെ കാണുന്നത് സീതാദേവിക്ക് ഭയം വരും. ഈ വനത്തിലെ കാട്ടുമൃഗങ്ങൾ ഓടിപ്പോകുവാൻ വില്ല് വളച്ച് വിൽത്തുനി കേൾപ്പിക്കാം.
ഓടി ഒളിച്ച സമയത്ത് അതാ ആകാശത്ത് നിന്നും ഒരു വാൾ വരുന്നു. ഈശ്വരാനുഗ്രഹം തന്നെ. ഈ വാൾ കൊണ്ട് ഈ കാണുന്ന വൃക്ഷത്തെ മുറിക്കാം. അയ്യോ, വൃക്ഷം മുറിച്ച സമയത്ത് അതിന്റെ വെട്ടേറ്റുകൊണ്ട് ഒരു ശരീരമല്ലവ മരിച്ചു വീണത്. ഈ വൃക്ഷവും വേണ്ട, ഈ വനവും വേണ്ട. വേറൊരു വനത്തിൽ ചെന്ന് മാമരത്തെ അറിവുകാൽകൾ നാട്ടി അഴുതിയുത്തരങ്ങൾ ചാത്തി മാറികാശായൊന്നും അതാ ദൂരെ ഒരു വനം കാണുന്നു. അതിൽ പർണശാലയും അനുയോജ്യമായ വൃക്ഷവും കാണുന്നു. ഈ വൃക്ഷത്തെ മുറിക്കാം. നല്ല കാതലുള്ള വൃക്ഷം, 12 കാലുകൾ, ഉത്തരങ്ങൾ, കഴുക്കോൽ, പട്ടിക മുതലായവ എടുത്ത് പർണശാല നിർമ്മിക്കാൻ പോകാം. ഹായ് ഹേ ഹായ് ഹേ ഹായ് ഹേ. മുന്നിൽ ഒരു കാൽ, തേരാ. പിന്നിലും ഒരു കാൽ, തേരാ. ഹേ ജ്യേഷ്ഠ, ഞാൻ നല്ല ഒരു വൃക്ഷത്തെ മുറിച്ച സമയത്തിൽ ഒരു ദുഷ്ടന്റെ ശരീരം 2 കഷ്ണമായി മുറിഞ്ഞു വീണു. അതിൽ വല്ല ആപത്ത് വിപത്ത് വരുമോ അറിയില്ല. വേറൊരു വൃക്ഷത്തെ മുറിച്ച് ശാസ്ത്രവിധി പ്രകാരം ഒരു പർണശാല നിർമ്മിച്ചു. ദേവിയോടുകൂടി നിങ്ങൾ ഇത് വസിക്കുക. ഞാൻ പുറത്തു നിന്നും യാതൊരു വിപത്തും വരാതെ കാത്തുകൊള്ളാം. നിക്ഷേപിച്ചുകൊള്ളാം. തേരാ. പഞ്ചമാതൃകളായ ഹനുമാൻ, അർജുനൻ, വീരൻ, മഴൻ, കുമുദൻ ഇതൊന്നും എടുത്ത് സൂക്ഷിച്ചു വെക്കാം. പഴയകാലത്തെ കലാരൂപമായിരുന്ന പാവക്കൂത്താണ് പിന്നീട് സിനിമയായി മാറിയത്. ലങ്കാരാജൻ എത്തിച്ചേർന്നു. സീതയെ അശോകവൃക്ഷത്തിന്റെ ചുവട്ടിൽ വെക്കാം. എടാ ദൂർമാരി, ഇനി എല്ലാവരും എന്നെ സീതാവല്ലഭ എന്ന് വിളിച്ചു വണങ്ങണം. ദേവസ്ത്രീകളെ, നിങ്ങൾ നല്ല നാട്ടിൽ നടത്തിയാലും ത്രൈലോക്യ പുരന്ദരാ ശരണം കൈലാസോദ്ധാരികാ ശരണം പട്ടഗജയുദ്ധപ്രിയാ ശരണം സാമവേദ സാധകാ ശരണം ദശഗ്രീവാ ശരണം മണ്ഡോദരി ശയന പുരിവല്ലഭനായക ശരണം ലങ്കാവല്ലഭ നായക ശരണം ലങ്കാവല്ലഭ നായക ശരണം ശരണം. ജയ ജയ രാവണ ലങ്കാപതി ജയ ജയ നൃത്ത ജലാധിപതി ജയ ജയ കൈകസി നന്ദന സുന്ദര ജയ ജയ പുലസ്ത്യ പുത്ര വിഭൂ ജയ ജയ രാവണ ലങ്കാപതി ജയ ജയ നൃത്ത ജലാധിപതി ജയ ജയ കൈകസി നന്ദന സുന്ദര ജയ ജയ പുലസ്ത്യ പുത്ര വിഭൂ ജയ ജയ പുലസ്ത്യ പുത്ര വിഭൂ ജയ ജയ പുലസ്ത്യ പുത്ര വിഭൂ. കൊണ്ട് ഇതുപോലുള്ള വേദികൾ ഞങ്ങൾ അവതരിപ്പിക്കുന്ന കലാകുടുംബത്തിലെ 13ാം തലമുറയിലെ കലാകാരന്മാരായിട്ടുള്ള ശ്രീലാൽ, ആദിത്യൻ, കണ്ണൻ, വരുൺ കൃഷ്ണ,
സാധാരണയായി തോൽപ്പാവക്കൂത്തിൽ സ്ത്രീ സാന്നിധ്യമില്ല, ക്ഷേത്രത്തിൻ്റെ അകത്തെ സ്ത്രീകൾക്ക് പ്രവേശനമില്ല. ഏകദേശം 2021 സ്ത്രീകൾ തോൽപ്പാവക്കൂത്തുന്ന കലാരംഗത്ത് ഇതുപോലുള്ള വേദികളിൽ വരുന്നത്. അപ്പോൾ സ്ത്രീ സമത്വം, ഈക്വാളിറ്റി ഫോർ വുമൺ എൻവയറമെൻ്റൽ സ്റ്റോറീസ് എന്ന കഥകളൊക്കെ ഞങ്ങൾ സ്ത്രീകൾ നിമിത്തമാണ് അവതരിപ്പിക്കുന്നത്. ഇനി ഈ വരുന്ന 23-ാം തീയതി ബാംഗ്ലൂരിൽ വെച്ച് നടത്തപ്പെടുന്ന അന്തർദേശീയ പാവകളി മഹോത്സവത്തിൽ സ്ത്രീകളുടെ മാത്രം സാന്നിധ്യം ഉപയോഗിച്ചുകൊണ്ടൊരു ഫ്യൂഷൻ ഞങ്ങൾ ചെയ്തു വരുന്നുണ്ട്. അതിലേക്ക് എൻ്റെ പത്നി കൂടി കേന്ദ്ര സാംസ്കാരിക വകുപ്പിൻ്റെ ഫെലോഷിപ്പ് ജേതാവ് കൂടിയായിട്ടുള്ള എൻ്റെ പത്നി കൂടിയായിട്ടുള്ള KN രാജലക്ഷ്മി, അതുപോലെ തന്നെ മനോജ് എന്നീ കലാകാരന്മാർക്കൊപ്പം ഞാൻ 2021 പാവകളിയെ ജനകീയമാക്കുന്നതിൻ്റെ ഭാഗമായി പത്മശ്രീ പുരസ്കാരം ലഭിച്ച കലാകാരൻ കൂടിയാണ്.